ശ്രീ കെ പി നൌഷാദ് അലി, എന്താണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള കണക്കുകൂട്ടൽ? കോൺഗ്രസിനെ സംബന്ധിച്ച് ഈവൻ ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ പോലും വേണമെങ്കിൽ 1-2 സീറ്റോ അല്ലെങ്കിൽ 4-5 സീറ്റോ ജയിക്കാൻ കഴിയുന്ന വിധത്തിൽ കാര്യങ്ങൾ മാറുന്നു എന്നൊക്കെ ആത്മവിശ്വാസം കൊള്ളുന്ന ആളുകളുണ്ട്. അത് ഒരുപക്ഷെ രാഷ്ട്രീയ ചർച്ചകളാകാം, ഗ്രൗണ്ടിൽ അങ്ങനെ തന്നെ ആകണം എന്ന് നിർബന്ധമൊന്നുമില്ല. എന്താണ് നിങ്ങൾ ഒരു ഫീഡ്ബാക്ക് എടുക്കുമ്പോൾ തോന്നുന്നത്? ഇവിടെ അഭിലാഷേ, ഒന്നാം ഘട്ട വോട്ടെടുപ്പ് 102 സീറ്റുകളിലേക്ക് നടന്നു. അവിടെ പിന്നെ 2019 തിരഞ്ഞെടുപ്പ് ഫലപ്രകാരം ആ തുല്യ നിലയിലാണ് ഇന്ത്യ മുന്നണിയും NDAയും, 49 വീതം സീറ്റുകൾ. എന്നാൽ രണ്ടാം ഘട്ട പോളിംഗിലേക്ക് വരുമ്പോൾ അവിടെ 84-87 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ 60-ലധികം സീറ്റുകൾ NDA കൊണ്ട്, ബാക്കി 24-23 സീറ്റുകളാണ് ഇന്ത്യ മുന്നണിക്കുള്ളത്. ഈ മൂന്നാം ഘട്ടത്തിൽ ഈ 93 സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 80 സീറ്റുകളോളം NDAക്കും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിക്ക് 10-ൽ കൂടുതൽ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. ഇത്തരത്തിലുള്ള ഈ 3 ഘട്ടങ്ങളെ നമ്മൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് BJP താഴേക്ക് ഇറങ്ങി വരുന്നു എന്നൊരു BJP പ്രവർത്തകന് പോലും മനസ്സിലാകത്തക്ക വിധമാണ് ഈ 3 തെരഞ്ഞെടുപ്പുകളും പുരോഗമിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കുക, ഞാൻ കേരളവും തമിഴ്നാടും ഒക്കെ വിടുന്നു. ഇവിടെ ഗെയിം ചേഞ്ച് ചെയ്യാൻ പോകുന്ന സംസ്ഥാനങ്ങൾ കർണാടക, മഹാരാഷ്ട്ര, ബീഹാർ, പശ്ചിമ ബംഗാൾ, രാജസ്ഥാൻ, അതുപോലെ തന്നെ UP. ഈ സംസ്ഥാനങ്ങളിൽ BJPക്ക് കനത്ത തിരിച്ചടി ഏൽക്കുകയും അവരുടെ സീറ്റുകൾ നിങ്ങൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ കേവല ഭൂരിപക്ഷത്തിനും എത്രയോ താഴേക്ക് വരികയും ചെയ്യുമെന്നുള്ള ഒരു ഘട്ടത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. ഇവിടെ രാജസ്ഥാൻ എന്ന സംസ്ഥാനം കഴിഞ്ഞ തവണ 25-ൽ 25 BJP നേടിയ സംസ്ഥാനമാണ്. അവിടെ കോൺഗ്രസ് ആദിവാസി പാർട്ടിയായിട്ടും ലോക് താന്ത്രിക് പാർട്ടിയായിട്ടും CPM-ആയിട്ടൊക്കെ സഖ്യമുണ്ടാക്കുന്നു. ഈസ്റ്റേൺ രാജസ്ഥാനിലൊക്കെ വലിയ തോതിലുള്ള കാർഷിക പ്രശ്നങ്ങൾ നിൽക്കുന്നു. അവിടെ കോൺഗ്രസ് 2 അക്ക സംഖ്യയിലേക്ക് സീറ്റ് ഉയർത്തിയാൽ അത്ഭുതമില്ല. അതിന് ചേർന്ന് കിടക്കുന്ന ഹരിയാനയിൽ വ്യക്തമായ രാഷ്ട്രീയ മാറ്റങ്ങളുണ്ട്. ഇന്ന് നിങ്ങൾ എഴുതി കാണിക്കുന്നുണ്ടല്ലോ, അവിടെ 3 സ്വതന്ത്ര MLA-മാർ കർഷക രോഷം ഭയന്നാണ് BJPക്കുള്ള പിന്തുണ പിൻവലിച്ചത്. അവിടെ കർഷക ഗ്രാമങ്ങളിലേക്ക് BJP സ്ഥാനാർത്ഥികൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്തതിൻ്റെ ദൃശ്യങ്ങളുണ്ട്. ഈ MLA-മാരൊക്കെ തങ്ങളെ തെരഞ്ഞെടുത്ത കർഷകരെ ഭയന്നിട്ടാണ് ഈ കാലാവസ്ഥയിൽ BJPക്കുള്ള പിന്തുണ പിൻവലിച്ച് കോൺഗ്രസിനെ പിന്തുണക്കുന്നു എന്ന പരസ്യ പ്രസ്താവനയായിട്ട് വരുന്നത്. ഇതൊക്കെ വളരെ കൃത്യമായ സൂചകങ്ങളാണ്. മഹാരാഷ്ട്രയിൽ പവാറിനെയും അതുപോലെ തന്നെ ഉദ്ധവ് താക്കറെയൊക്കെ പേരും ചിഹ്നവും കൊടിയൊക്കെ കവർന്നെടുക്കപ്പെട്ട് മറാഠ ജനവിഭാഗത്തിൻ്റെ പ്രൈഡിനെയാണ് BJPക്കാർ വ്രണപ്പെടുത്തിയത്. അതിൻ്റെ പ്രതിഫലനമുണ്ടാകും. ബീഹാറിൽ തേജസ്വി യാദവ് നയിക്കുന്ന വലിയ മുന്നേറ്റമുണ്ട്, അവിടെ പ്രതിഫലനമുണ്ടാവും. കർണാടകയെ സംബന്ധിച്ച് നമ്മൾ പ്രത്യേകിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. എല്ലാ സൂചനകളും, എല്ലാ അവിടുത്തെ പ്രതിഫലനങ്ങളും, എല്ലാ മാറ്റങ്ങളും BJPക്ക് പ്രതികൂലമായിട്ട് കൂനിന്മേ കുരുവായിട്ട് വന്നു ഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ BJPയേക്കാൾ സീറ്റുകൾ ഇത്തവണ കോൺഗ്രസ് നേടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കേരളവും തമിഴ്നാടൊന്നും BJPക്ക് എത്തിപ്പിടിക്കാനാകാത്ത വിധം മാറിയിരിക്കുന്നു. തെലങ്കാനയിൽ കോൺഗ്രസ് സീറ്റുകൾ 2 അക്കത്തിലേക്ക് കടക്കും. ഇത്തരത്തിലൊക്കെ വളരെ കൃത്യമായൊരു മുന്നേറ്റത്തിൻ്റെ സൂചനകൾ ഈ രാജ്യത്തുണ്ട്. അത് വെറുതെ ഉണ്ടായതല്ല. 10 കൊല്ലത്തെ മോദി ഭരണത്തിൻ്റെ ആൻറ്റി ഇൻകംബൻസി കൊണ്ട്, ജീവൽ പ്രശ്നങ്ങൾ ഇവിടെ ചർച്ചയായതുകൊണ്ട്, ധ്രുവീകരണത്തിൻ്റെ രാഷ്ട്രീയം പഴയതുപോലെ പ്രതിഫലിക്കാൻ പറ്റാത്ത വിധം ജീവൽ പ്രശ്നങ്ങൾ മേൽക്കൈ നേടിയത് കൊണ്ടുണ്ടായതാണ്. 2019-ലും ഇതേ അവസ്ഥ തന്നെയായിരുന്നു ഇന്ത്യയിൽ. പക്ഷേ മോദി എന്ന മന്ത്രണത്തിന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെയൊക്കെ കീഴടക്കാൻ കഴിഞ്ഞു. പക്ഷെ 5 കൊല്ലം കൂടി കഴിഞ്ഞപ്പോൾ ഈ മന്ത്രണം തങ്ങൾക്ക് തൊഴിലും ഭക്ഷണവും പാർപ്പിടവും നൽകില്ല എന്ന് ഈ രാജ്യത്തെ സാധാരണക്കാർ തിരിച്ചറിഞ്ഞു. അതിൻ്റെ വലിയ ഒരു കൗണ്ടർ റിയാക്ഷനാണ് ഇന്ന് ഈ രാജ്യത്ത് നടക്കുന്നത്. BJP രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ 200-ന്റെ താഴേക്ക് പോയാലും യാതൊരു തരത്തിലുള്ള അത്ഭുതത്തിനും അവകാശമില്ല. ഈ രാജ്യത്തുടനീളം അത്തരത്തിലുള്ള മാറ്റത്തിന്റെ വ്യക്തമായ സൂചനകൾ ലഭ്യമാണ്. കാറ്റടിക്കുന്നു എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഓരോ പ്രസംഗത്തിലും ഓരോ പ്രസംഗത്തിലും അവർ വിസ്മരിക്കുന്നില്ല വർഗീയത പ്രയോഗിക്കാൻ. ശരി.